ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അത് മുരിങ്ങയില കൊണ്ട് എന്താ പരിപാടി എന്നല്ലേ? ഇത് നമ്മൾ മുരിങ്ങയില കൊണ്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പാര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് രണ്ട് തണ്ട് മുരിങ്ങേൻ്റെ ഇല എടുക്കണം. ഇല എടുക്കാനും ശ്രദ്ധിക്കണം. വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഏത് പാത്രം കുഴപ്പം ചീഞ്ഞട്ടിയിലായാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുളകിടാം. നമ്മളിവിടെ അധികം എരിവ് ഉപയോഗിക്കത്തുണ്ട്. നമ്മൾ 3 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു 6-7 ചെറിയ ഉള്ളി കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുളക് നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണയിട്ട് വഴറ്റിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുപ്പത്തിട്ടിട്ട് ചുട്ടെടുത്താലും മതി. എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഊരി വെച്ച മുരിങ്ങയില ഒന്ന് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില നമ്മളിട്ട് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയി പോകരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പച്ചപ്പൊന്ന് വിട്ടാൽ മാത്രം മതിയാകും. ഒരുപാട് സമയം നമ്മളിതിൽ ഇളക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. ഈ മുരിങ്ങേൻ്റെ ഇല നമുക്കിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഈ ചൂട് പാത്രത്തിൽ വെക്കരുത് കേട്ടോ. നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഈ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതെല്ലാം ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ കൊണ്ട് വെച്ചിട്ട് ഒന്നും ടെൻഷൻ ആവണ്ട. നമുക്ക് ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ലൊരു മയ ഉണ്ടാവും ചമ്മന്തിക്കായിട്ട്. ഇനി നമുക്കതിലേക്ക് ഞാൻ ചെറിയൊരു തേങ്ങേൻ്റെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. അപ്പം നമ്മളെ അടുത്ത് മാങ്ങാ ഇഞ്ചി ഉണ്ടായിരുന്നു. ഞാനത് പോയിട്ട് ഇപ്പം എടുത്തുകൊണ്ട് വന്നതാട്ടോ. അപ്പം ഞാനതൊരു ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം, ചെറിയ 2 കഷ്ണം മാങ്ങാഞ്ചി എടുത്തിട്ടുണ്ട്. മാങ്ങാഞ്ചി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, നമുക്ക് ഇഞ്ചി മതി. പിന്നെന്താ ഈ ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഈ ഒരു പുളി മതി. ഒരുപാട് പുളിയായ ചമ്മന്തി കൊള്ളില്ല. അപ്പം നമുക്ക് ഒരുപാട് പുളിയുള്ള ചമ്മന്തി ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് അമ്മിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളെപ്പോഴും ചമ്മന്തി അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ മുളകാണല്ലോ അരയ്ക്കുക. അപ്പം ഞാനും അതേപോലെ തന്നെ മുളകെടുത്ത് അരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാങ്ങായിഞ്ചി ഒന്ന് അരച്ചെടുക്കാം. മാങ്ങായിഞ്ചിയൊക്കെ ഒന്ന് ആദ്യം നമ്മൾ ചതച്ച് കൊടുത്തിട്ട് അരച്ചാൽ തെറിച്ച് പോവില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോഴേക്കും അതൊക്കെ തെറിച്ചങ്ങ് പോവും. മാങ്ങായിഞ്ചിയൊക്കെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പുളിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിയും അരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതേപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതെല്ലാം ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ തേങ്ങയെല്ലാം കൂടി അതിനുശേഷം നമ്മൾ മുരിങ്ങയിലയും കൂടി അരച്ചതിന് ശേഷം നമ്മളിത് ഒന്നും കൂടി ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടും. നമ്മളിതാ ലാസ്റ്റ് മുരിങ്ങയിലയും ഇതുപോലെ ഒന്ന് ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അതൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മുടെ ചമ്മന്തിൻ്റെ ഫൈനൽ ലുക്കാണ്. അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.